സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിൻ ആണെങ്കിൽ നന്ദനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. നന്ദനോട് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളുടെ എല്ലാം ഭാവി തന്നെ നഷ്ടപ്പെടും. പിന്നെ ജയിലിലായിരിക്കും, അന്ത്യവിശ്രമം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദൻ, കെവിൻ താൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ കെവിൻ ആണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. നന്ദു പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. അതുകൊണ്ട് തന്നെ അമ്മ ആരോടും പറയില്ല. അങ്ങനെ കെവിൻ പ്രഭാവതിയോട് സംസാരിക്കുന്നുണ്ട്. കെവിൻ ഉറപ്പ് കൊടുക്കുകയാണ്, തന്റെ കമ്പനിയിലെ അവസാന നാണയത്തൊട്ട് പോലും ഈ കേസിന് വേണ്ടി ഇറക്കുമെന്നും നന്ദുവിന് ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കില്ല എന്നും മാത്രമല്ല, നന്ദുവിന്റെ പുറകെ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തത് കൊണ്ട് തന്നെ ആ സാറ് വെറുതെ വിട്ടതാണെന്നൊക്കെ തന്നെ പ്രഭാവതിയെ ധരിപ്പിക്കുകയാണ്. എന്തായാലും നന്ദനാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് അമ്മയെയും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. അങ്ങനെ ദേവിക വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്തൊക്കെ തന്നെ നന്ദൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഈ പ്രഭാവതിയും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരോടും മിണ്ടുന്നില്ല, ഒരേ നിശബ്ദത. അങ്ങനെ ദേവിക അടുക്കളയിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? എന്താ മോളെ, എന്താ നീ എന്താ ഈ ചോദിക്കുന്നത്? അല്ല, അമ്മയ്ക്ക് സത്യത്തിൽ എന്തോ ഒരു വിഷമമുണ്ട്. നന്ദുവിനെയും അമ്മയെയും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദന്റെ അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് അമ്മയും ഇപ്പൊ നിൽക്കുന്നത്. സത്യത്തിൽ എന്താ പ്രശ്നം? നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയേ, അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവികയാണെങ്കിൽ പ്രഭാവതിയെ നിർബന്ധിക്കുന്നു. ഇല്ല മോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അത് നന്ദന്റെ ഓരോ കാണിക്കൽ കണ്ടിട്ട് എനിക്കത് എന്തോ ടെൻഷനായിട്ടാണെന്നൊക്കെ പറയുകയാണ്. ദേവിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ദേവിയാണെങ്കിൽ മുരളിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം മുരളിയോട് മനസ്സ് തുറക്കുകയാണ്. മുരളിയേട്ടാ, എനിക്ക് ആരോടാ എന്താ തുറന്ന് പറയേണ്ടെന്ന് അറിയുന്നില്ല. നന്ദന്റെ അവസ്ഥ മുരളിയേട്ടന് മനസ്സിലാവുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഉറ്റ സുഹൃത്തായതുകൊണ്ട് മുരളിയേട്ടന് പറഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോ നന്ദനും അമ്മയും ഒരേ അവസ്ഥയിലാണ്. അമ്മയോട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടും വിട്ടു പറയുന്നില്ല. എന്ത് പറ്റി ആന്റിക്ക് അറിയില്ല. അങ്ങനെ ആ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ ദേവിക പറയുകയാണ്. എന്തൊക്കെയോ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട്. സത്യത്തിൽ മുരളിയേട്ടനൊന്ന് നന്ദനോട് സംസാരിച്ചോടെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന് ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേവിക്കൊന്നും തോന്നരുത്. കെവിന്റെ വരവോട് കൂടിയിട്ടാണ് നന്ദനിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ വരവ് എനിക്കത് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. കെവിനെ ഇത്തിരി സൂക്ഷിക്കുന്നതും ഒരു കൈ അകലത്തിൽ നിർത്തുന്നതും നല്ലതായിരിക്കുമെന്ന് നന്ദനോട് പറഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ ആ കെവിനുമായിട്ട് സംസാരിച്ചിരുന്നു. അവന്റെ സംസാരമൊക്കെ തന്നെ നമ്മളെ ചൊടിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, കെവിനോ അവനെന്തോ പറ്റിയിട്ടാ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ സൂക്ഷിക്കണം, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നിങ്ങനെ മുരളിയാണെങ്കിൽ മുൻകൂട്ടി പറയുകയാണ്. എന്തായാലും ഞാൻ അവനോട് സംസാരിച്ച് നോക്കാം. നന്ദനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഞാൻ കണ്ട് സംസാരിച്ചോളാം, ദേവിക ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുന്നു. പിന്നീട് കെവിനാണെങ്കിൽ നന്ദനെ വിളിക്കുന്നുണ്ട്. ഒരിടം വരെ പോകണമെന്നും ഒരാളെ കാണണമെന്നും പറയുകയാണ്. ആരെയാണെന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞ ആ ഒരു നാമൊക്കെ തന്നെ കെവിൻ പറയുകയാണ്. അതായത് നീയും ഞാനും അറിയാതെ നമ്മുടെ നടുവിൽ ഒരാൾ നിൽക്കും, അവൻ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് കെവിൻ പറയുന്നുണ്ട്. എന്തായാലും ഈ സമയം നന്ദനാണെങ്കിൽ അതനുസരിച്ച് കെവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്നാണ് ഒരു കാർ അവിടേക്ക് വന്ന് നിൽക്കുന്നത്. അപരിചിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിൽ നിന്നും ഇറങ്ങി വരുന്നത്. അങ്ങനെ നന്ദനാണെങ്കിൽ ആ ഒരു സ്ത്രീയെ കണ്ട് ആകെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. എന്തായാലും തോന്നുന്നത് നമ്മുടെ നന്ദനെ രക്ഷിക്കാനായിട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ പോലീസിൽ നിന്നൊക്കെ തന്നെ രക്ഷിച്ചെടുത്ത പെൺകുട്ടിയാവാനാണ് ചാൻസ്. അപ്പൊ പുതിയൊരു കഥാപാത്രമാണ് എൻ്റർ ആയിരിക്കുന്നത്. നന്ദനാണെങ്കിൽ കണ്ട ഉടനെ തന്നെ ഷോക്കാവുന്നുണ്ട്. കെവിൻ അറിയാം നന്ദനെ രക്ഷിക്കാനായിട്ട് കെവിൻ കൊണ്ടുവന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.